സന്യം കവിക്കാട് ഇവിടെ ഇവിടെ അവൻ അനുഭവിച്ച പീഡനങ്ങളുടെ സങ്കട സാക്ഷ്യങ്ങളുണ്ട്, അവൻ്റെ ശബ്ദസാക്ഷ്യങ്ങളുണ്ട്, അവൻ്റെ സഹോദരിമാരോട് പറഞ്ഞ സത്യപ്രസ്താവനകളുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും നിതാന്ത വേദനയുണ്ട്, അവർ പറയുന്ന വാക്കുകളുണ്ട്. ഇതൊന്നും കാണാതെ പോലീസ് വന്ന് ഏതൊരു ആപ്പിൻ്റെ ദുരൂഹത ഇപ്പം പറയുന്നുണ്ട് ശ്രീ സന്യം കവിക്കാട്. അപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ അട്ടിമറി ഇപ്പോഴേ തുടങ്ങി, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, നിതിൻ്റെ വീട്ടുകാർക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. സന്യം കവിക്കാട്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോലീസ് അവരുടെ എല്ലാ കാലത്തും ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെന്നാണ് ഈ ലോൺ ആപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം. ഇപ്പം ഈ മരിച്ച നിതിൻ ലോൺ ആപ്പിൽപ്പെട്ട് പൈസ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം കൂടി പ്രത്യേകമായി എനിക്ക് പറയണം. ഈ ദളിത് ആക്ടിവിസ്റ്റുകളെല്ലാം എന്തോ അവസരവാദികളും കുഴപ്പക്കാരുമാണെന്ന് പറയുന്ന ഷാബു പ്രസാദ് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിൽ ജാതി ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഇത് ആരാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് കേരളത്തിൽ ജാതിയില്ല നാണം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ജാതിയുണ്ടെന്ന് കേരളത്തെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് ദളിത് എഴുത്തുകാരും ദളിത് ആക്ടിവിസ്റ്റുകളും. അവരെന്തോ വലിയ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അതിബുദ്ധിയുണ്ടല്ലോ, അത് കൈ വെച്ചാൽ മതി, അത് എൻ്റെ അടുത്തേക്ക് ഇറക്കണ്ട. അതാണ് ഈ പറയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ബിന്ദുവിനെ പേരൂർക്കട ബിന്ദുവിൻ്റെ കേസിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. അന്വേഷണം വന്നു. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ മനഃപൂർവ്വം വൈകിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് പോലീസുകാർ ഒരു ദിവസം പോലും അകത്തു പോകാതെ സംരക്ഷിച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ നാടകം കളിക്കുന്നത്. ഇതിൻ്റെ പരിധി വിടുകയാണെന്നുള്ള കാര്യം ഇവിടെ ഭരിക്കുന്നവരും ഇവിടുത്തെ വലിയ ഗുണ്ടാ സെറ്റപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയൊക്കെ മനസ്സിലാക്കിക്കോണം. ഒരു ജനതയിൽ ഉയർന്നു വരുന്ന പുതിയ ചെറുപ്പക്കാരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ജാതി തെമ്മാടി കൂട്ടങ്ങളെ സംരക്ഷിക്കാനാണ് സ്റ്റേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ അവർക്ക് നേരിടേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. അതല്ലാതെ ഈ നാട് ഞങ്ങളുടേത് കൂടിയാണെന്നേ. ഈ മരിച്ച നിതിൻ്റെ കൂടിയാണ് ഈ നാട്. ഒരു സ്വന്തമായി ഒരു വീടില്ലാത്ത പയ്യൻ്റെ ബോഡി കൊണ്ടുവന്ന് വാടക വീട്ടിലേക്കാണ്. തൊട്ടടുത്ത പറമ്പിലാണ് കുട്ടിയുടെ ശവസംസ്കാരം നടത്തിയത്. എന്നിട്ടും വളരെ ന്യായമായും നീതിപൂർവമായും ഒരു അന്വേഷണം നടത്തേണ്ടതിന് പകരം വളരെ പെട്ടെന്ന് ലോൺ ആപ്പിൻ്റെ കഥയുമായിട്ട് രംഗപ്രവേശിച്ച കേരള പോലീസിനെ ആ കാര്യത്തിൽ ഞങ്ങൾക്കൊട്ടും വിശ്വാസമില്ല എന്ന് തുറന്നു പറയാം. ആ സഹോദരിയുടെ വാക്കുകൾ നിലനിൽക്കുന്നതാണ്, ആ കുട്ടിയുടെ മെസ്സേജുകൾ നിലനിൽക്കുന്നതാണ്. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ എല്ലാ തുമ്പുകളും ഇപ്പോൾ പോലീസിൻ്റെ കൈവശമുണ്ടായിട്ട് ലോൺ ആപ്പിൻ്റെ പുതിയ കഥയായിട്ട് വന്ന് ഇതിനെ വഴിതെറ്റിക്കാനും തകർക്കാനും ഈ ജാതിക്കൂട്ടങ്ങളെ സുരക്ഷിതമായി തിരിച്ച് കോളേജിൽ എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഇത് കേരളത്തിൽ അനുവദിക്കാൻ പറ്റില്ല. ശ്രീ മോൻറോ, ഇത് ഇവിടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് നിതിൻ രാജാണ് എന്ന് പറയുന്നത് കേട്ടോ. 7 അംഗ അന്വേഷണ സംഘത്തിൽ ഉപയോഗിച്ചാരൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സാക്ഷ്യങ്ങൾ നിൽക്കുകയാണ്. ക്ലാസ്സിൽ കയറിയപ്പോൾ, ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ പുഴുത്ത പട്ടി എന്ന് വിളിച്ചടക്കമുള്ള വസ്തുത ശബ്ദസാക്ഷ്യമായി അടക്കം നിൽക്കുകയാണ്. നിതിൻ രാജ ഒന്ന് ആദ്യം പറയുന്നത് നിതിൻ ലോൺ ആപ്പിൽ കടമെടുത്ത കാര്യം പറയാണ്. അപ്പോൾ അന്വേഷണം എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്ലാൻ എന്ന് ഇന്ന് തന്നെ വ്യക്തമാകുന്നു. അവിടെ നിതിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ കുഴിമാടത്തിലെ മണ്ണിൻ്റെ നനവുണങ്ങിയിട്ടില്ല ഇപ്പോഴും. ആപ്പിൽ കടമെടുത്ത എന്താ കാര്യം പറയാം പോലീസ്? അല്ല, അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഈ ലോൺ ആപ്പ് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് പൊതുസമൂഹവും മറ്റുള്ളവരും തീരുമാനിക്കട്ടെ. ഇനി അഥവാ ഒരു ലോൺ ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ എന്താണെന്നേ, ആ ലോൺ ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നാൾ ആ കുഞ്ഞ് അനുഭവിച്ചതിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റുമോ? ഈ സംഭവങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ അധ്യാപകർ അയാളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണോ? അങ്ങയുടെ മെസ്സേജിൽ, ഫോണിൽ ഉൾപ്പെടെ വന്ന മെസ്സേജുകളിൽ പറഞ്ഞിരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണോ ചെയ്യുന്നത്? ഒന്നുമല്ലല്ലോ. ഇനി അടുത്തൊരു പ്രശ്നം, ഈ ചർച്ചയുടെ ഒരു രീതി ഞാനൊന്ന് ശ്രദ്ധിച്ചതാണ്. ബഹുമാനപ്പെട്ട സണ്ണി കവിക്കസാടും ദിനുവയിലും പറയുന്ന കാര്യങ്ങൾ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 2 പേരപ്പുറത്തിരുന്ന് ശ്രമിക്കുന്നുണ്ട്.
അല്ല, ഇതിൽ ഞാൻ കുറ്റം വന്നില്ല. ഇതിൻ്റെ പുറകിലും ഒരു മനഃശാസ്ത്രമുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതങ്ങനെ നിങ്ങൾ കാണേണ്ടതില്ല, നിങ്ങൾ ഇരവാദം ഉയർത്തേണ്ടതില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അത് പറയേണ്ടതില്ല എന്നിവരെ രണ്ടുപേരെയും കൊണ്ട് പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സണ്ണി എം കബിക്കാട് സാറും ദിനുവും അത് പറയുന്നത് അവരനുഭവിച്ച് വന്ന ഇത്തരം തീക്ഷ്ണമായ അനുഭവങ്ങൾ കൊണ്ടാണ് അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നതും. അത് അനുഭവിക്കാനുള്ള ഗതിയോ ഗതികേടോ ഇല്ലാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ രാഹുൽ ഈശ്വരും ഷാവു പ്രസാദ് സാറും ഇങ്ങനെ പറയുന്നതും. ഇത്തരത്തിലാണ് ജാതി രൂഢമൂലമായി ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക്, തലച്ചോറിലേക്ക് സന്നിവേശിക്കപ്പെടുന്നത്. അത്തരത്തിലൂടെ മാത്രമേ, ആ കണ്ണിലൂടെ മാത്രമേ അവർക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ കുഴപ്പം എവിടെയാണ്? ആ കുഴപ്പത്തിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ജാതീയത. അതായത് നമുക്കിതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. ഈ ജാതി ശ്രേണിയിൽ പലതരത്തിലുള്ളവർ തൊട്ടു താഴെയുള്ളവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതി ശ്രേണി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ ജാതി ശ്രേണി മാത്രമല്ല കേട്ടോ. യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ പോലും, OBC-കളുടെ ഇടയിൽ പോലും ഈ ശ്രേണീകരണമുണ്ട്. ഇതിന് ആര്യവൽക്കരണം എന്നാണ് പറയുന്നത്. ജാതിക്കുള്ളിൽ ഒരാര്യവൽക്കരണമുണ്ട്, ജാതിയിൽ ഒരാര്യവൽക്കരണമുണ്ട്, ജാതിക്കുള്ളിൽ ഒരാര്യവൽക്കരണമുണ്ട്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ എടുക്കൂ, അവരുടെ ഇടയിലുള്ള ചില ജാതികൾ കൂടിയ ജാതിക്കാരാണെന്നും കുറഞ്ഞ ജാതിക്കാരാണെന്നും പറയാറില്ലേ? OBC-കളുടെ ഇടയിൽ അങ്ങനെ പറയാറില്ലേ? അത്തരത്തിൽ കൃത്യമായി സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ സമൂഹത്തിൽ ജാതി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ചർച്ചയിൽ പോലും നമ്മുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ് എന്നെ അതിൻ്റെ മനഃശാസ്ത്രപരമായ വിശകലനം നടത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ അധ്യാപക പരിശീലനത്തിൽ ഉൾപ്പെടെ തന്നെ അവർക്ക് ഇത് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റാവുന്ന രീതിയിലുള്ള പരിശീലനം ഇല്ല എന്നുള്ളത് പോട്ടെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.